Hello everyone, welcome to Disha Banking Channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് പോലെ ടൈം ആൻഡ് വർക്ക് പോലെ അല്ലെങ്കിൽ പ്രൈസ് എക്സ്പെൻഡിച്ചർ കൺസംഷൻ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അതായത് ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്ന നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് സ്പീഡ് ഇത്ര കൂടി ടൈം ഇത്ര കുറഞ്ഞു ആ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ യൂഷ്വൽ സ്പീഡ് എന്താ ഇപ്പോൾ ഉള്ള സ്പീഡ് എന്താ അല്ലെങ്കിൽ യൂഷ്വൽ ടൈം എന്താ ഇപ്പോൾ ഉള്ള ടൈം എന്താ അല്ലെങ്കിൽ യൂഷ്വൽ പ്രൈസ് എന്താ പ്രൈസ് കൂടുന്നതിന് മുമ്പുള്ള പ്രൈസ് എന്താണ് അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ബാങ്കിന്റെ ചാനൽ ആദ്യമായിട്ടാണ് ദിശയുടെ ബാങ്കിങ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെ ചെയ്യാം. ഓക്കെ, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ മാത്രമല്ല ടൈം ആൻഡ് വർക്കിലും പ്രോഡക്റ്റ് വരുന്ന എല്ലാ ടൈപ്പിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാലോ ഇത് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വെച്ച് മേ ബി സോൾവ് ചെയ്യാം, റേഷ്യോസ് ഒക്കെ വെച്ച് സോൾവ് ചെയ്യാം. അപ്പൊ ഈ മെത്തേഡും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രക്ക് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 384 കിലോമീറ്റർ അറ്റ് എ ഗിവൺ സ്പീഡ്. ഒരു പർട്ടിക്കുലർ സ്പീഡിൽ 384 കിലോമീറ്റർ ആണ് ഒരു ട്രക്ക് കവർ ചെയ്യുന്നത്. ഇഫ് ദ സ്പീഡ് ഈസ് റെഡ്യൂസ് ടു 16 കിലോമീറ്റർ പെർ അവർ. സ്പീഡ് കുറഞ്ഞാൽ സമയം കൂടുതൽ എടുക്കും അല്ലെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. നമ്മൾ സ്പീഡ് കുറച്ച് പോകണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. ഇഫ് ദ സ്പീഡ് ഈസ് റെഡ്യൂസ് ടു 16 കിലോമീറ്റർ പെർ അവർ ഫോർ ദ സെയിം ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ടേക്ക് 2 hours മോർ ടു കവർ. ഈ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് 2 മണിക്കൂർ അധികം എടുക്കും. 16 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കുറഞ്ഞത് കൊണ്ട് ട്രാവൽ ചെയ്യാൻ 2 മണിക്കൂർ അധികം എടുക്കും. അതുപോലെ സ്പീഡ് കൂടിയാൽ ട്രാവൽ ചെയ്യാൻ കുറച്ച് സമയം മതി. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഒറിജിനൽ സ്പീഡ്. അപ്പൊ ഈ മെത്തേഡ് അറിയാവുന്നവർക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഡിസ്റ്റൻസ് എഴുതി 384, സ്പീഡ് 16 കുറഞ്ഞു, ടൈം 2 കൂടി, 16 × 2 32, 32 1 2 12, 3 × 4 എന്ന് എഴുതാം. സ്പീഡ് കുറഞ്ഞത് കൊണ്ട് നമുക്ക് 4:3 എന്ന് എഴുതാം. ഡിഫറൻസ് 1 ആണ്. 1ന്റെ വാല്യൂ ആണ് 16. 1ന്റെ വാല്യൂ 16 ആയതുകൊണ്ട് 3യുടെ വാല്യൂവും 4ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 16 മൾട്ടിപ്ലൈ ചെയ്യാം. 16 × 4 64. സോ ആൻസർ 64 കിലോമീറ്റർ പെർ അവർ. ഇത്രയേ ഉള്ളൂ സോൾവ് ചെയ്യാൻ. എത്ര സെക്കൻഡ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാ വരുന്നതെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സാധാരണ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ എത്തുന്നോ അതോ റേഷ്യോയിൽ എത്തുന്നോ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് ബൈ ഡിഫറൻസ് ഇൻ സ്പീഡ് ഇൻടു ടൈം ഡിഫറൻസ്, ആ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അങ്ങനെ ഇക്വേഷൻ മോഡലിലോ ക്വാഡ്രാറ്റിക് ആക്കി ഒക്കെ ചെയ്യാം. ഈ മെത്തേഡാണ് പറയാൻ പോണത്. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം ആണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സംഭവങ്ങളുടെ പ്രോഡക്റ്റ് ആണ് അല്ലെ, സ്പീഡിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണ്. അതുപോലെ വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻടു ടൈം ആണ്. രണ്ട് സംഭവങ്ങളുടെ പ്രോഡക്റ്റ് ആണ് വർക്ക്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു പ്രൈസ് ഇൻടു കൺസംഷൻ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു തരും അല്ലെ. C is equal to product of A and B. ഇങ്ങനെ ഏത് ചോദ്യം ചോദിച്ചാലും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രോഡക്റ്റിന് വ്യത്യാസം ഒന്നും വരുന്നില്ലെങ്കിൽ, ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ, സ്പീഡ് ഇത്ര കൂടി ടൈം അപ്പൊ ഇത്രയും കുറഞ്ഞപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയി, അല്ലെങ്കിൽ എഫിഷ്യൻസി ഇത്ര കൂടി ടൈം ഇത്ര കുറഞ്ഞപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയി, അങ്ങനെയുള്ള എല്ലാ ടൈപ്പിലും നിങ്ങൾക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓരോ ടൈപ്പ് നമുക്ക് പഠിക്കാം. ഇന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് തുടങ്ങി. നമുക്ക് ടൈം ആൻഡ് വർക്ക്, അതുപോലെ പ്രോഡക്റ്റ് വരുന്നത്, പ്രൈസ് എക്സ്പെൻഡിച്ചർ എല്ലാം നമുക്ക് ഇന്ന് കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്പീഡ് 16 കിലോമീറ്റർ പെർ അവർ കൂടിയപ്പം ടൈം 2 മണിക്കൂർ കുറഞ്ഞു, അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെ വന്നാലും ഒരുപോലെ തന്നെ കേട്ടോ. 16 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കുറഞ്ഞപ്പം ടൈം 2 മണിക്കൂർ കൂടി എന്നാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. 16 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കുറഞ്ഞപ്പോൾ ടൈം 2 മണിക്കൂർ കൂടി. പക്ഷെ ഡിസ്റ്റൻസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. സ്പീഡ് കൂടിയപ്പോഴും സ്പീഡ് കുറഞ്ഞപ്പോഴും ഒക്കെ 384 കിലോമീറ്റർ തന്നെ സഞ്ചരിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 384 ഡിവൈഡഡ് ബൈ സ്പീഡിന് എന്ത് സംഭവിച്ചു, 16ന്റെ വ്യത്യാസം. ടൈമിന് എന്ത് സംഭവിച്ചു, 2ന്റെ വ്യത്യാസം. 16 × 2 32 ഡിവൈഡ് ചെയ്യാം. 384നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 × 32 32, ബാലൻസ് 64. 2 × 32 64.
12 എന്ന് കിട്ടി. ഇനി എളുപ്പമാണ് 12നെ രണ്ട് അഡ്ജസന്റ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. 12 എന്ന് പറഞ്ഞാൽ ഏത് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം? 3 into 4 അല്ലേ 12. 3 into 4 എന്ന് എഴുതിക്കൂടെ? സോ ആ റേഷ്യോ നമുക്ക് കിട്ടുവാണ് 3ഉം 4ഉം. ഇനി റേഷ്യോ 3:4 എന്ന് എഴുതണോ 4:3 എന്ന് എഴുതണോ എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിനനുസരിച്ച് എഴുതാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒറിജിനൽ സ്പീഡാണ്. സ്പീഡാണ് കുറയുവാണ് ചെയ്തത്. അപ്പൊ 3 4 ആവോ അല്ലല്ലോ, 4 3 ആവോ അല്ലേ ചെയ്തത്. അതായത് 4 എന്നുള്ള റേഷ്യോ 3 എന്നുള്ള റേഷ്യോ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സ്പീഡ് കൂടുകയായിരുന്നെങ്കിൽ ഈ റേഷ്യോ എങ്ങനെ എഴുതിയേനെ? 3:4 എന്ന് എഴുതിയേനെ. പിടികിട്ടിയോ? സ്റ്റെപ്പ് മനസ്സിലായോ? സോ സ്പീഡ് കുറയുമായതുകൊണ്ട് 4:3 എന്ന് എഴുതി. ആ ഡിഫറൻസ് ആണ് 1. സോ ഡിഫറൻസ് 1 അല്ല 16 km/h ആണ് കുറഞ്ഞത്. ദാറ്റ് ഈസ് 1 into 16 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട യൂഷ്വൽ ഒറിജിനൽ സ്പീഡാ. ഒറിജിനൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 4 ആ. പിന്നെ അത് 3 ആയതല്ലേ. സോ യൂഷ്വൽ സ്പീഡ് കണ്ടുപിടിക്കാൻ 4 into 16 ദാറ്റ് ഈസ് 64 km/h. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യൂഷ്വൽ ടൈം ആരും ചോദിച്ചെങ്കിൽ ഇതിൽ എന്ത് മാറ്റം വരും? ഇവിടം വരെ സെയിം അതുപോലെ 3ഉം 4ഉം കിട്ടി. ടൈം എന്താ ചെയ്തത്? കൂടുവാണോ കുറയുവാണോ? 2 hours more. 2 hours more. ടൈം കൂടുവല്ലേ ചെയ്തേ. അപ്പൊ 4:3 എന്നാണോ എഴുതേണ്ടത്? 3:4 എന്നാ എഴുതേണ്ടത് അല്ലെ. 3:4. ടൈം 3 എന്നുള്ളത് 4 ആയി. സോ 3:4 ആണ് ടൈമിന്റെ റേഷ്യോ. ടൈം എത്ര കൂടിയ? 1 ആണ് കൂടിയത്. ശരിക്കും 1 അല്ലല്ലോ, 2 ഹവേഴ്സിന്റെ വ്യത്യാസം. റേഷ്യോയിൽ 1 ആണ്. അതിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. സോ ഒറിജിനൽ ടൈം കണ്ടുപിടിക്കാൻ 3 into 2 ചെയ്താൽ മതി. 6 hours. മനസ്സിലായോ? അപ്പൊ യൂഷ്വൽ ടൈം ആണെങ്കിൽ 6 hours, യൂഷ്വൽ സ്പീഡ് ആണ് 64 km/h. രണ്ടും ഈ ഒരു സെയിം റേഷ്യോ എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അടുത്തൊരു ചോദ്യം ചെയ്യാം. ഇതുപോലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. If Riya had run at a speed of 2 km/h faster, he would have taken 10 minutes less. യൂണിറ്റ് ശ്രദ്ധിച്ചോണം, 10 മിനിറ്റ് ആണ്. To cover 4 kilometer. 4 കിലോമീറ്റർ സഞ്ചരിക്കാൻ, 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ സ്പീഡ് 2 കൂടിയ ടൈം 10 കുറയും. സ്പീഡ് 2 കൂടിയാൽ ടൈം 10 മിനിറ്റ് ആണ് കുറയുന്നത്. യൂണിറ്റ് കൺവേർഷനും കൂടെ കറക്റ്റ് ആയിരിക്കണം. സോ എന്താ മെത്തേഡ്? ഡിസ്റ്റൻസ് എത്ര? 4 കിലോമീറ്റർ അല്ലെ. 4 divided by സ്പീഡ് 2 ആണ് കൂടിയത്. സോ 2 എഴുതി. ടൈം 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10/60 ആണ്. 1/6 ആണ്. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10/60 hours ആണ്. സോ 1/6 ആണ്. സോ ടൈം ഇവിടെ 1/6 കൊടുക്കുക. 6ഉം 2ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 3. ആ 3 മുകളിൽ പോകുമ്പോൾ അപ്പോഴും നമുക്ക് 12 തന്നെ കിട്ടുന്നത്. വീണ്ടും 12 കിട്ടി. 12 നമുക്ക് 3 into 4 എന്ന് എഴുതാം. 3ഉം 4ഉം ആണ് നമ്മുടെ റേഷ്യോയിൽ വരുന്ന നമ്പർ. കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് റിയ ആണ്. സ്പീഡ് കൂടുവാണ് ചെയ്തത്. അപ്പോൾ 3 4 ആയി. 3 4 ആയി എന്ന് പറഞ്ഞാൽ 1 കൂടി. 1 അല്ലല്ലോ കൂടിയ, 2 ആണ് കൂടിയത്. അപ്പൊ ഒറിജിനൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 6 km/h ആണ്. ഇപ്പോൾ ഉള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ 8 km/h ആണ്. ചോദ്യത്തിന് ആൻസർ ചെയ്തു. 3 എന്ന് പറഞ്ഞ സ്പീഡ് 4 ആയി. സോ 1 കൂടി. 1ന്റെ ഒറിജിനൽ 2 ആയതുകൊണ്ട് 3ന്റെ ഒറിജിനൽ 6 ആണ്. ടൈം 6 ചോദിച്ചെങ്കിൽ 4 3 ആയി എന്ന് എഴുതിയതിന് ആ 1 ആണ് 10 മിനിറ്റ്സ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് 4ന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 40 മിനിറ്റ് എന്ന് കിട്ടും. 3ന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 30 മിനിറ്റ്. 40 മിനിറ്റ് കൊണ്ടാണ് ട്രാവൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? മിനിറ്റിലാണെങ്കിൽ മിനിറ്റിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ പ്രോഡക്റ്റ് വരുന്ന എല്ലാ കേസിലും ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡിലുള്ള ഇൻക്രീസ്, ടൈമിലുള്ള ഡിക്രീസ് എടുത്ത് ഒരു നമ്പർ കിട്ടും. അതിനെ രണ്ട് അഡ്ജസ്റ്റന്റ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി റേഷ്യോ കണ്ടുപിടിക്കും. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേ. പെട്ടെന്ന് ആൻസർ പറയണം. വിത്തിൻ സെക്കൻഡ്സ് ആൻസർ പറയണേ. A train takes 2 hours less for a journey. 2 മണിക്കൂർ കുറച്ച് മതി. A journey of 300 kilometer distance തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഗിവൺ ആയിരിക്കണം. എന്നാലേ ഈ പ്രോബ്ലംസ് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റൂ. ഡിസ്റ്റൻസ് ഗിവൺ ആയിരിക്കണം. സോ 300 kilometer ഡിസ്റ്റൻസ്, ടൈം 2 മണിക്കൂർ കുറച്ച് മതി. പക്ഷെ സ്പീഡ് ഇൻക്രീസ്ഡ് ബൈ 5 km/h. സ്പീഡ് 5 km/h കൂട്ടുവാണെങ്കിൽ
2 മണിക്കൂർ കുറച്ച് മതി 300 കിലോമീറ്റർ സഞ്ചരിക്കാൻ അല്ലെ. ആ 300 കിലോമീറ്റർ ദൂരം നിങ്ങൾ സ്പീഡ് ഒന്ന് കൂട്ടി പോവുകയാണെങ്കിൽ 5 km/h കൂടുതൽ വേഗത്തിൽ പോവുകയാണെങ്കിൽ 2 മണിക്കൂർ കുറച്ച് മതി ട്രാവൽ ചെയ്യാൻ. സോ ഡയറക്റ്റ് അപ്ലൈ ചെയ്തൂടെ? എങ്ങനെയാ റേഷ്യോ കണ്ടുപിടിക്കുന്നത്? 300/2 into 5. 2 into 5 10 ആണ്. സോ ഒരു 0 ക്യാൻസൽ ആയി 30. 30 നമുക്ക് 5 into 6 എന്ന് എഴുതാം. 30 നമുക്ക് 5 into 6 എന്ന് എഴുതാം. അപ്പൊ റേഷ്യോയ്ക്ക് വേണ്ട നമ്പർ കിട്ടി 5ഉം 5ഉം 6 കിട്ടിക്കഴിഞ്ഞാൽ സ്പീഡാണോ ടൈം ആണോ നോക്കി എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂഷ്വൽ സ്പീഡ് ആണ്. സ്പീഡിന് എന്താ സംഭവിച്ചത്? സ്പീഡ് ഇൻക്രീസ് ചെയ്തു എന്നാ പറഞ്ഞേക്കുന്നത്. സ്പീഡ് കൂടി. അപ്പൊ 5 6 ഇതേ ക്വസ്റ്റിനെ സ്പീഡ് കുറഞ്ഞതായിരുന്നെങ്കിൽ 6 5 എന്ന് എഴുതണം. ഓക്കെ. സോ 5 6 എന്ന് പറയുമ്പോൾ 1 കൂടിയത്. ആ 1ന്റെ വാല്യൂ ആണ് 5. 5 km/h അല്ലേ. ഒറിജിനലി 5 km/h കൂടിയ റേഷ്യോസ് അല്ലേ കിട്ടിയുള്ളൂ. സോ ഒറിജിനൽ 5 ആണ്. ഇതും ഇൻറ്റു 5 ചെയ്യണം. സോ ആൻസർ 25 km/h. 25 km/h. ഓക്കെ ആണല്ലോ. യൂഷ്വൽ ടൈം ആരെന്ന് ചോദിച്ചെങ്കിലോ ടൈം കുറയുമല്ലേ ചെയ്ത്. 6 ആയിരുന്നെങ്കിൽ 5 ആയെന്ന് പറയും. 6 5 തമ്മിലുള്ള ഗ്യാപ്പ് 1 ആണ്. 1 into 2 ആണ് 2 hours എന്ന് പറയുന്നത്. സോ 6 into 2 12 hours വരും. മനസ്സിലായോ? ടൈം ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ഇവിടെ സ്പീഡ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ടൈമാ ചോദിക്കുന്നെങ്കിൽ ഈ റേഷ്യോ ഒന്ന് തിരിച്ചിട്ടിട്ട് ആ ഡിഫറൻസും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈമും കിട്ടും. സെറ്റാണോ? ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസ് വരെ മിക്സഡ് ഫ്രാക്ഷനിലൂടെ വന്നാൽ എന്നാലും പ്രശ്നമൊന്നുമില്ല. യൂണിറ്റ് കൺവേർഷൻ വന്നാലുള്ളത് പഠിച്ചു. മിനിറ്റിലോ സെക്കൻഡ്സിലോ ഒക്കെ മാറ്റി തിരിച്ച് വന്നാൽ ഒറ്റ പ്രോപ്പർ യൂണിറ്റിലാക്കി തന്നെ ചെയ്യണം. അതുപോലെ 1/3 hours, 5 1/2 km/h അങ്ങനെ വന്നാലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. A train takes 1/3 hours less for a journey of 528 km if its speed is increased by 5/2 km/h from its usual speed. The usual speed of the train in km/h is. ടൈമിലുണ്ടായ മാറ്റം 1/3 hours കുറഞ്ഞു. സ്പീഡിലുണ്ടായ മാറ്റം 5/2 കൂടി. ഡിസ്റ്റൻസ് സെയിം 528. ഡിസ്റ്റൻസിൽ ഒരു മാറ്റവും ഇല്ല. 528 കിലോമീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അതുപോലെ തന്നെയാണ്. ടൈമിൽ എന്താ മാറ്റം വന്നേക്കുന്നത്? 1/3 hours കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1/3 എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ ആക്കുക 4/3 hours. അതുപോലെ സ്പീഡിന് എന്താണ് മാറ്റം ഉണ്ടായത്? 1/2 km/h കൂടിയിട്ടുണ്ട്. 1/2 എന്ന് പറഞ്ഞാൽ 11/2 km/h. സോ ടൈം എന്ന് പറഞ്ഞാൽ 4/3, സ്പീഡ് എന്ന് പറഞ്ഞാൽ 11/2. മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കി, അത്രേ ചെയ്തിട്ടുള്ളൂ. മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കി. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എങ്ങനെ ചെയ്യും? എന്താ എപ്പോഴും ചെയ്യുന്നത്? ഡിസ്റ്റൻസ് 528 ഡിവൈഡഡ് ബൈ ടൈമിലുണ്ടായ ചേഞ്ച് 4/3, സ്പീഡിലുണ്ടായ ചേഞ്ച് 11/2. 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 2 ആണ്. ഓക്കെ. 2ഉം 528 കൂടെ കട്ട് ചെയ്യുമ്പോൾ 2 into 2 4, ബാലൻസ് 12, 6, 4 into 2 8. ഇനി 11ഉം 264 കൂടെ കട്ട് ചെയ്യാം 24. കാരണം 24 2ഉം 4ഉം കൂടെ ആഡ് ചെയ്യുന്നതല്ലേ നടുക്ക് കിടക്കുന്നത്. അപ്പൊ 24 into 11 ആണ് 264. ഇനി ഒരു 3 ഉണ്ട്. ആ 3യും കൂടെ അങ്ങ് മേളിൽ വരും അല്ലെ, വേറെ ഒന്നും കട്ട് ചെയ്യാനില്ലല്ലോ. 24 into 3 വരും. 24 into 3 എന്ന് വരുമ്പോൾ 72 എന്ന് കിട്ടി. 72നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 into 9 എന്ന് എഴുതാം അല്ലെ. 8ഉം 9ഉം ആണ് നമ്മുടെ നമ്പേഴ്സ്. ആ രണ്ട് അഡ്ജസ്റ്റന്റ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. 72 എന്ന് പറഞ്ഞാൽ 8ഉം 9ഉം. നമുക്ക് കണ്ടുപിടിക്കേണ്ട യൂഷ്വൽ സ്പീഡ് ആണ്. യൂഷ്വൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിന് എന്താ സംഭവിച്ചത്? സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ്. അപ്പൊ 8 9 എന്നാ സംഭവിച്ചത് അല്ലെ. 8 9 എന്ന് വെച്ചാൽ 1 കൂടി. ശരിക്കും 1 കൂടിയ. സ്പീഡ് എത്രയാ കൂടിയ? 11/2 km/h ആണ് കൂടിയ അല്ലെ. 11/2 km/h ആണ് കൂടിയ. സോ ഇവിടെ ഇൻറ്റു 11/2 ചെയ്യുമ്പോൾ ഇവിടെയും ഇൻറ്റു 11/2 ചെയ്യാം. ബൈ 2 ചെയ്യുമ്പോൾ 4 ആണ്. 4 into 11 44. സോ ആൻസർ 44 km/h
per hour ആണ് യൂഷ്വൽ സ്പീഡ്. 44 km/h ആണ്. അങ്ങനെ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം തമ്മിലുള്ള കണക്ഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തു. ഡിസ്റ്റൻസ് ഗിവൺ ആണ്, സ്പീഡിനോ ടൈമിനും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമ്പറിന്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ റേഷ്യോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിന്റെയും ടൈമിന്റെയും റേഷ്യോസ് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ പ്രോബ്ലംസ് ചെയ്തു. നമുക്ക് SSCയുടെ ആണെങ്കിലും RRBയുടെ ആണെങ്കിലും ബാങ്കിന്റെ ആണെങ്കിലും ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, നമുക്ക് 5 ബ്രാഞ്ചസ് ആണുള്ളത്. ഈ 5 ബ്രാഞ്ചസിലും ഓഫ്ലൈൻ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSC, RRB, ബാങ്ക്. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യം, ഓഫ്ലൈൻ ആയിട്ട് വന്ന് പഠിക്കാൻ പറ്റില്ല, ഓൺലൈൻ ആയിട്ട് പഠിക്കാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ ഈ SSC, RRB, ബാങ്കിന്റെ എല്ലാ കോഴ്സസും നമുക്ക് ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ നമ്പേഴ്സിനെ, ഈ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, ബാക്ക് ടു ക്വസ്റ്റ്യൻസ്. നോക്കേ, ഇതേ ലോജിക് ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, അത് സ്പീഡ് എന്നോ ടൈം എന്നോ പറയുന്നില്ല, ഡിസ്റ്റൻസ് എന്നോ പറയുന്നില്ല, 120 ഒരു ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ സ്പീഡും ടൈമും ചെയ്ത പോലെ തന്നെയല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം ഡിസ്റ്റൻസ്, രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 120, ഒരു നമ്പർ 2 കുറഞ്ഞു, മറ്റേ നമ്പർ 5 കൂടി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നത്? ഓക്കെ, എത്ര കിട്ടി? 120/2 × 5 ഇങ്ങനെ ചെയ്താൽ പോരെ? അത്രയല്ലേ ഉള്ളൂ, സിംപ്ലി അത്രയല്ലേ ഉള്ളൂ. നോക്കേ, രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് 120, സോ ആ പ്രോഡക്റ്റ് ആദ്യം എഴുതി 120. അതിൽ ഒരു നമ്പർ 2 കുറഞ്ഞു, ഓക്കെ 2 കുറഞ്ഞു. അടുത്ത നമ്പർ 5 കൂടി, ഓക്കെ 5 കൂടി. ആ കുറഞ്ഞതും കൂടിയതും നമുക്ക് താഴെ എഴുതാം. 2 × 5 10 ആണ്, നമുക്ക് 12 എന്ന് വരും. 12 എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റന്റ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ ഒരെണ്ണം 3ഉം ഒരെണ്ണം 4ഉം ആണ്. അപ്പൊ 3ഉം 4ഉം ആണ് നമ്മുടെ റേഷ്യോസ്. ആദ്യം നമുക്ക് ഫസ്റ്റ് നമ്പറിനെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്പർ, ഇപ്പൊ സ്പീഡ് ആയിരുന്ന സ്പീഡ് അല്ലേ ആദ്യം കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ടൈം ആണ് ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ നമുക്ക് ഫസ്റ്റ് നമ്പറിനെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 2. ഫസ്റ്റ് നമ്പർ 2 കുറഞ്ഞു. ഫസ്റ്റ് നമ്പർ കുറഞ്ഞല്ലേ, അപ്പൊ 3 4 എന്ന് എഴുതും, 4 3 എന്ന് എഴുതും. 4 എന്ന് പറഞ്ഞ റേഷ്യോ 3 റേഷ്യോ ആയി, 4 റേഷ്യോ 3 റേഷ്യോ ആയി. ദാറ്റ് ഈസ് 1 ഡിഫറൻസ്. ആ 1 ആണ് 2. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്താണ്? ഇൻറ്റു 2 ചെയ്താൽ മതിയല്ലോ. ഫസ്റ്റ് നമ്പർ കിട്ടി 8. സോ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഇതുപോലെ നമുക്ക് സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാം. സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ നേരത്ത് സെക്കൻഡ് നമ്പർ ഇൻക്രീസ് ആണ് ചെയ്തത്, 5 ആയി. സോ 3 എന്ന് പറഞ്ഞ റേഷ്യോ 4 ആയി. അത് 1 റേഷ്യോ എന്ന് പറയുന്നത് 5 ആണ് ഒറിജിനൽ. സോ 3യുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻറ്റു 5 ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റു 5, 15. സോ സെക്കൻഡ് നമ്പർ കിട്ടി 15. സെക്കൻഡ് നമ്പർ കിട്ടി 15. സോ ഫസ്റ്റ് നമ്പർ 8 ആണ്, സെക്കൻഡ് നമ്പർ 15 ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്പറിന്റെയും സെക്കൻഡ് നമ്പറിന്റെയും പ്രോഡക്റ്റ് എന്ത് വരും നോക്കി. 8 × 15, 15നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 15നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 30നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 15ന്റെ ഡബിൾ എടുത്ത് 8ന്റെ പകുതി എടുത്താൽ മതി. സോ എത്ര വരും? 120. കറക്റ്റ് അല്ലേ? നമ്മുടെ 120 തന്നെ കിട്ടിയില്ലേ. ഇനി ഫസ്റ്റ് നമ്പർ 2 കുറച്ചു ആൻഡ് സെക്കൻഡ് നമ്പർ 5 കൂട്ടി. ഫസ്റ്റ് നമ്പർ 2 കുറച്ചു എന്ന് വെച്ചാൽ 6 ആയി. ഇവിടെ തന്നെ കിട്ടും 6 ആയെന്നല്ലേ. അതുപോലെ ഇവിടെ തന്നെ കിട്ടും 20 ആയി. ഓക്കെ, എന്നാലും പറയാം ഫസ്റ്റ് നമ്പർ 2 കൂട്ടി, 2 കുറച്ചു, സെക്കൻഡ് നമ്പർ 5 കൂട്ടി. എത്രയായി? 20 ആയി. 20 × 6 ചെയ്താലും 120 തന്നെ അല്ലേ. കണ്ടോ, കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി. സോ നമ്മുടെ ഫസ്റ്റ് നമ്പർ 8ഉം സെക്കൻഡ് നമ്പർ 15ഉം ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Product of two numbers is 120 and first number is increased by 5 and the second number is decreased by 4. The new product is also 120. Find the two numbers. Simply അങ്ങ് ചെയ്തു പോയ ഒറ്റ സെക്കൻഡ്. 120 ഫസ്റ്റ് നമ്പർ 5, സെക്കൻഡ് നമ്പർ 4, 20 കൊണ്ട് ഡിവൈഡ് ചെയ്തു 6, 3ഉം 4ഉം. ഫസ്റ്റ് നമ്പർ ഇൻക്രീസ്ഡ് ആയതുകൊണ്ട് 3 4 ആയി, ഇൻക്രീസ് ചെയ്തത് 5 ആയതുകൊണ്ട് ഫസ്റ്റ് നമ്പർ 50,
സെക്കൻഡ് നമ്പർ ഡിക്രീസ് ആയതുകൊണ്ട് 4 3 ആയി, ഡിക്രീസ് ചെയ്തത് 4 ആയതുകൊണ്ട് ഇൻറ്റു 4 16. ഫസ്റ്റ് നമ്പർ 15ഉം സെക്കൻഡ് നമ്പർ 16ഉം അല്ലേ? കറക്റ്റ് അല്ലേ? ത്രീ ഇൻറ്റു 4 അല്ല, 3 ഇൻറ്റു 2 ആയിരുന്നേ. 12 അല്ലല്ലോ, 6. 3യും 2 ആണ്, 3യും 2 ആണ്. സോ വീണ്ടും നോക്കാം. ഫസ്റ്റ് നമ്പർ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് 2 3 ആയി, 2 3 ആയി. അപ്പൊ എത്ര കൂടിയത്? ഇൻക്രീസ്ഡ് ബൈ 5 എന്നല്ലേ? സോ 2 ഇൻറ്റു 5 അങ്ങ് ചെയ്താൽ മതി. ആൻസർ 10. ഫസ്റ്റ് നമ്പർ 10. സെക്കൻഡ് നമ്പർ ആണെങ്കിൽ കുറയുക ചെയ്ത 3 2 ആയി. എത്ര കുറഞ്ഞു? 4 കുറഞ്ഞു. സോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 12. സോ ഫസ്റ്റ് നമ്പർ 10ഉം സെക്കൻഡ് നമ്പർ 12ഉം ആണ്. ഫസ്റ്റ് നമ്പർ 5 കൂട്ടിയാൽ 15 ആവും, സെക്കൻഡ് നമ്പർ 4 കുറച്ച് 8 ആവും. 15 ഇൻറ്റു 8 ആണെങ്കിലും 10 ഇൻറ്റു 12 ആണെങ്കിലും 120. സോ നമ്മുടെ നമ്പേഴ്സ് 10ഉം 12ഉം ആണ്. ഇത്രയല്ലേ ഉള്ളൂ ചെയ്യാൻ. കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും എളുപ്പമാവുന്നുണ്ടോ? വീണ്ടും വീണ്ടും എളുപ്പമാവുന്ന കണ്ടോ? പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം, മൈൻഡിൽ ചെയ്യാം. ഈ 6 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മൈൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, എഴുതു പോലും വേണ്ട. ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് ഇനിയും സ്പീഡ് ആക്കാം. ബൈ പ്രാക്ടീസ് അറ്റ് എ ഗ്ലാൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The cost of sugar is reduced by rupees 4 kg. 2 kg more can be purchased for rupees 240. Find the cost of the sugar. ഇത് നോക്കേ, ഇതിനകത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കാരണം പ്രോഡക്റ്റ് വരുന്ന എല്ലാത്തിലും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസംഷൻ അല്ലെ? 240 രൂപയ്ക്ക് വാങ്ങിയ കഥ ഇവർ പറയുന്നത്. 240 രൂപയ്ക്ക് വാങ്ങിയപ്പം പ്രൈസ് കുറച്ചൊന്ന് കുറഞ്ഞപ്പം കൺസംഷൻ അങ്ങ് കൂട്ടി ഈ 240 അങ്ങ് ബാലൻസ് ചെയ്തു അല്ലെ? പ്രൈസ് കുറഞ്ഞു, പകരം ഞാൻ കുറച്ച് സാധനം അധികം വാങ്ങി, അപ്പോഴും 240 രൂപ എനിക്കായത്. അപ്പൊ ഇവിടെ എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും? രണ്ട് സാധനങ്ങളുടെ പ്രോഡക്റ്റ് ഓരോന്നിനും ഉണ്ടായ ചേഞ്ചസ്, സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ പ്രൈസ്, കൺസംഷൻ, എക്സ്പെൻഡിച്ചർ. മനസ്സിലായോ? അപ്പൊ ഇതും എങ്ങനെ തന്നെ ചെയ്യാം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 240, അതിന്റെ പ്രോഡക്റ്റ് എന്തൊക്കെയാ? പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് എക്സ്പെൻഡിച്ചർ. പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് എക്സ്പെൻഡിച്ചർ. പ്രൈസിന് എന്തോ സംഭവിച്ചു? പ്രൈസ് 4 രൂപ കുറഞ്ഞു. സോ എഴുതുക, 4 ഇവിടെ എഴുതുക. ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിച്ചു? 2 കിലോഗ്രാം കൂടി, 2 ഇവിടെ എഴുതുക. 4 ഇൻറ്റു 2 8, 8 3 24 30. സോ 30യെ നമുക്ക് 5 ഇൻറ്റു 6 എന്ന് എഴുതാം, 5 ഇൻറ്റു 6 എന്ന് എഴുതാം. സോ 5 എഴുതി, 6 എഴുതി. 5 to 6 എന്ന് ഞാൻ എഴുതിപ്പോയി. അപ്പൊ കൂടിയ ഡേറ്റ എഴുതാം. കൂടിയത് എവിടെയാണ്? 2 കിലോഗ്രാം മോർ ക്വാണ്ടിറ്റി ആണ് കൂടിയത്. അപ്പൊ ഇവിടെ ഇൻറ്റു 2 ചെയ്താൽ മതി. 10 കിലോഗ്രാം ആയിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. 6:5 എന്ന് എഴുതിയാൽ പ്രൈസിന്റെ റേഷ്യോ ആയി. അവിടെ പ്രൈസ് എത്ര കൂടിയത്? 4 ആണ് കൂടിയത്. സോ ഇൻറ്റു 24, ഇൻറ്റു 4 24. മനസ്സിലായോ? ഓരോ സ്റ്റെപ്പ് എഴുതി കാണിക്കണം. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. 5ഉം 6ഉം എഴുതി കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആലോചിക്കണം, പ്രൈസ് ആണെങ്കിൽ എന്ത് സംഭവിച്ചു? പ്രൈസ് ആണെങ്കിൽ 4 രൂപ കുറഞ്ഞു. സോ 6 5 ആയി. 6 5 എന്ന് വെച്ചാൽ റേഷ്യോയില് 1, 1ന്റെ ഒറിജിനൽ ആണ്, 4 രൂപയാണ് കുറഞ്ഞത്. സോ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 24 രൂപയാണ് കുറഞ്ഞത് അല്ലെ? 24 രൂപയായിരുന്നു പ്രൈസ്. ഇനി ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൺസംഷൻ എന്ത് സംഭവിച്ചു? കൺസംഷൻ കൂടി, 5 6 ആയി. റേഷ്യോയിൽ 1 കൂടി, പക്ഷെ 2 കിലോയാണ് കൂടിയത്. ആ 2 ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം, 10 കിലോഗ്രാം ആണ് കൺസംഷൻ. 24 രൂപയുടെ സാധനം 10 കിലോ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആള് ഇപ്പൊ 28 രൂപയായപ്പോ 12 കിലോ കിട്ടി അല്ലെ? സോറി, 20 രൂപയായപ്പോ 12 കിലോ കിട്ടി. പ്രൈസ് ഒന്ന് 4 രൂപ കുറഞ്ഞ് 20 ആയി, ക്വാണ്ടിറ്റി 10 കൂടി 12 ആയി. അപ്പോഴും 240 രൂപ തന്നെയാണ് ആൾക്ക് ചെലവ്. മനസ്സിലാവുന്നുണ്ടോ? സെറ്റ് അല്ലേ? ഈ ടൈപ്പ് പ്രോബ്ലംസിലെല്ലാം ഇത് അപ്ലൈ ചെയ്തൂടെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും പ്രൈസ്, എക്സ്പെൻഡിച്ചർ, കൺസംഷൻ ആണ്. ഡസൻ എന്ന് പറഞ്ഞൊരു ടേമും കൂടെ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യാം. പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാം, വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാം, വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാം. 1 2 3 4 5 6 7 8 8 8 9 10. 10 സെക്കൻഡ് ആൻസർ ചെയ്യേണ്ട സമയം അല്ലേ? നമുക്ക് നോക്കാം. ഞാൻ 10 സെക്കൻഡിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 48 രൂപയുടെ ഒരു സാധനം, 4 രൂപ ഡസന് കൂടി, 12 കൂടുതൽ, 12 4 3ഉം 4ഉം 4ആണ് പ്രൈസ് കൂടിയത്, റെഡ്യൂസ്ഡ് ആണ് അല്ലെ? റെഡ്യൂസ്ഡ് ആണ്. 4 3 ആയി, 16.
ആഫ്റ്റർ റിഡക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത് 12 ആൻസർ വരുന്നത്. എത്ര സെക്കൻഡ്സ് എടുക്കും? സോ നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. പർച്ചേസ് ചെയ്യാൻ കൊണ്ടുപോയത് 48 രൂപ. എന്റെ കയ്യിൽ 48 രൂപ ഉണ്ടായിരുന്നു. ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു ഡസന് 4 രൂപ കുറഞ്ഞു. 4 രൂപ കുറഞ്ഞു, വില 4 കുറഞ്ഞു. 12 എണ്ണത്തിനാണ് 4 രൂപ കുറഞ്ഞത്. അതുകൊണ്ട് 12 കൂടുതൽ കിട്ടി, അതായത് ഒരു ഡസൻ കൂടുതൽ കിട്ടി. അപ്പൊ ഒരു ഡസന്റെ പെർ കെ ജിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഡസന്റെ വില ചെയ്യാം. ഒരു ഡസന് 4 രൂപ കുറഞ്ഞപ്പം ഒരു ഡസൻ അധികം കിട്ടി, ശരിയല്ലേ? ഒരു ഡസന് കുറഞ്ഞത് 4 രൂപ, ഒരു ഡസൻ അധികം കിട്ടി. മനസ്സിലായി? വില കുറഞ്ഞത് കൊണ്ട് ഇപ്പൊ 2 kg അധികം കിട്ടുന്നതിന് പോലെ ഒരു ഡസൻ അധികം കിട്ടി. മനസ്സിലായി? നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇവിടെ 2 kg കൂടുതൽ കിട്ടി 4 രൂപ കുറഞ്ഞപ്പോ. ഇവിടെ 12 പിന്നെ അധികം കിട്ടിയെന്ന് വെച്ചാൽ ഒരു ഡസൻ അധികം കിട്ടി. കട്ട് ചെയ്യുമ്പോൾ 12ന് നമുക്ക് 3യുടെയും 4ന്റെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പ്രൈസ് കുറയുവാണ് ചെയ്തത്. സോ 4 3 ആയി. പ്രൈസ് എത്ര കുറഞ്ഞ? 4 ആണ് കുറഞ്ഞത്. 4 രൂപയാണ് കുറഞ്ഞത്. സോ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ 16 ആയിരുന്നു പ്രൈസ്. ഇപ്പൊ അത് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ആയി. 4 രൂപ കുറഞ്ഞു അല്ലെ? 16 രൂപയായിരുന്നു 12 രൂപയായി. സോ ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പിൻ പെർ ഡസൻ ആഫ്റ്റർ റിഡക്ഷൻ ആണ്. അതായത് ഇപ്പൊ എത്ര രൂപയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 രൂപ. 16 രൂപയിൽ നിന്ന് 4 രൂപ കുറഞ്ഞു. മനസ്സിലായോ? എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതേ മോഡലിലുള്ള. അതുപോലെ തന്നെ നമുക്ക് കുറെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ട്രിക്സ് ആയിട്ട് ഇനിയും കാണാം. ടൈം ആൻഡ് വർക്കിന്റെ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.